CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ ഡൽഹിയിലെ താമസം NCP ദേശീയ വക്താവിനൊപ്പമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി ദേശീയ വക്താവ് അനീഷ് ഗവാഡയുടെ വസതിയിലാണ് അഭിജിത് ദീപ്കയുടെ താമസമെന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. താൻ സ്വവർഗാനുരാഗിയാണ് എന്ന് അനീഷ് ഗവാഡെ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അനീഷ് ഗവാഡെ LGBTQയുടെ സജീവ പ്രവർത്തകനായിരുന്നു. തന്റെ വീട്ടിൽ കയറി ദീപ്കയെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് കഴിഞ്ഞ ദിവസം ഗവാഡെ ആരോപിച്ചത്. രാജ്യതലസ്ഥാനത്ത് കലാപത്തിനുള്ള ശ്രമമാണെന്നും പ്രതിഷേധത്തിന് പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളും തീവ്ര ഇടത് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളും ആണ് ഒരു ആരോപണം ഇപ്പോൾ ഡൽഹി പോലീസ് ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ നടന്ന അന്വേഷണങ്ങൾക്ക്, അതായത് കലാപത്തിന് ശേഷം നടന്ന പ്രാഥമികമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ പിന്നിൽ ഒരു കലാപകാരികൾ, അതായത് ഖലിസ്ഥാൻവാദികളുടെ ഒരു പിന്തുണ ഇതിന് ഉണ്ട് എന്ന് ഡൽഹി പോലീസ് തന്നെ പറയുന്നത്. അഭിജിത് ദീപ്കയും ഉൾപ്പെടെയുള്ളവർ ഖലിസ്ഥാൻവാദികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം. അവരുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സഹായം ഈ ഡൽഹി കലാപത്തിൽ കിട്ടിയിട്ടുണ്ടാകാം എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറയുന്നത്. രാജ്യവിരുദ്ധ സമരങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുടെ സജീവ സാന്നിധ്യവും ഇത് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ JNUവിലെ ചില സംഘടനയുടെ പ്രവർത്തകരും മലയാളികളും ഇക്കൂട്ടത്തിലുണ്ട്. പ്രതിഷേധത്തിൽ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും നടൻ പ്രകാശ് രാജും CPM നേതാക്കളായ MA ബേബിയും ബൃന്ദ കാരാട്ടും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന, ധനസഹായം, പ്രതിഷേധത്തിന്റെ ആസൂത്രണം എന്നിവയും അന്വേഷണ പരിധിയിലാണ്. പാറ്റ പാർട്ടിയുടെ സമരത്തിൽ തീവ്ര വിഘടനവാദ സംഘടനാ സാന്നിധ്യം ദുരൂഹ വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട്. ഖലിസ്ഥാൻ വിഘടനവാദികൾ, തീവ്ര ഇടത് സംഘടനകൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയായിരുന്നു ആക്രമണ സമരമെന്നാണ് പുറത്തുവന്ന വിവരം. ദേശീയ പതാകയുമായി നേപ്പാൾ മോഡൽ കലാപം എന്ന് ആക്രോശിച്ചാണ് ആക്രമണം അഴിച്ചുവിട്ടത്. കൂടാതെ ഈ പാറ്റ പ്രവർത്തകരുടെ ദേഹത്ത്, അതായത് അവർ ധരിച്ചിരുന്ന ടീഷർട്ടിലെല്ലാം തന്നെ നീല കളർ ടീഷർട്ടും കൂടാതെ അംബേദ്കറുടെ ഒരു മുഖവും ഉണ്ടായിരുന്നു. അതായത് 2025 പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു അടിപിടി ഉണ്ടായിരുന്നു. അതായത് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു 1-man ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ, അതായത് പാർലമെന്റിന്റെ മൊത്തത്തിൽ ഒരു സംഘർഷമായ ഒരു അവസ്ഥയിലേക്ക് അന്ന് കോൺഗ്രസ് കൊണ്ടുവരുന്നു. ആ സമയത്ത് രാഹുൽ ഗാന്ധി നീല ടീഷർട്ടും അതിൽ അംബേദ്കറുടെ ഒരു ചിത്രവും ഉണ്ടായിരുന്നു. കൂടാതെ ഭരണഘടനയും അംബേദ്കറുടെ ഫോട്ടോയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ച അന്നുണ്ടായിരുന്നു. അതേ രീതിയിലായിരുന്നു ഇന്നലെ പാർലമെന്റിന്റെ പുറത്ത്, അതായത് ഡൽഹിയിൽ CJP പ്രവർത്തകരെല്ലാം കൂടെ ഒരു നീക്കം നടത്തിയത്. അതായത് അന്ന് തന്നെ ഇത് ജോസ് സോറസിന്റെ ഒരു നീക്കമാണ്, NGOയുടെ തിരക്കഥ അനുസരിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കളിച്ചൊരു കളിയാണ് എന്ന് അന്ന് തന്നെ വിവരമുണ്ടായിരുന്നു. അതേ തരത്തിലുള്ള ഒരു നീക്കമാണ് ഇന്നലെ ജന്തർ മന്ദിറിലടക്കം ഡൽഹിയിലടക്കം ഈ പാറ്റ പ്രവർത്തകർ അരങ്ങേറിയത്. ഭീം ആർമി പാർട്ടി നേതാവ് ചന്ദ്രശേഖർ നിരന്തരം രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന നടൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരും സമരപന്തലിലെ ഒരു സാന്നിധ്യം ദുരൂഹത ഉണ്ടായിരുന്നു. കാരണം അടുത്ത കാലത്താണ് പ്രകാശ് രാജിനടക്കം 4 പാസ്പോർട്ടുകളടക്കം പോലീസ് പ്രകാശ് രാജിനെ പിടികൂടിയത്. കൂടാതെ സമരം പൂർണ്ണമായി ആക്രമണത്തിലേക്ക് നീങ്ങിയത് CPM ദേശീയ നേതാക്കളായ MA ബേബി, അതോടൊപ്പം തന്നെ ബൃന്ദ കാരാട്ട്, ജോൺ ബ്രിട്ടാസ് എന്നിവർ സമരപന്തലിലേക്ക് എത്തിയതിനു ശേഷമാണ്. ജമ്മു കാശ്മീർ, ഖലിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ ആക്രമണങ്ങൾക്കും കലാപങ്ങൾക്കും സമാനമായ രീതിയിലായിരുന്നു ഇന്നലത്തെ ആക്രമണം. മാത്രമല്ല, യുവാക്കളെ കൂട്ടമായി സമരത്തിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക ചെലവ് അത് സംഘങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നടക്കമുള്ള വിവരങ്ങളും ഇപ്പോൾ ഡൽഹി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് CJP സമരത്തിന് വിദേശ സഹായം അടക്കം ലഭ്യമാകുന്നുവെന്ന ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ്. ഞായറാഴ്ച രാത്രി മുതലെത്തിയ ആക്രമി സംഘങ്ങൾ സമരപന്തലുള്ള ജന്തർ മന്ദിറിലേക്ക് എത്താതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിക്കായിരുന്നു. ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് ജന്തർ മന്ദിറിൽ നിന്ന് ഒരു ഭാഗം പാർലമെന്റിലേക്ക് മാർച്ച് ആരംഭിച്ചത്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ പ്രതിഷേധ മാർച്ച് കേരള ഹൗസിന് സമീപം പോലീസ് തടഞ്ഞു. പിന്നാലെ മരങ്ങളിലും അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ മുകളിലേക്കും തമ്പടിച്ച ആക്രമണങ്ങൾ ചുടുകട്ടകളും കല്ലും പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം വരെയുണ്ടായി. രൂക്ഷമായ കല്ലേറിൽ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. ഇതോടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും ലാത്തിചാർജും പ്രയോഗിക്കേണ്ടി വന്നു.